അറിഞ്ഞോ നമ്മളെ ബിബീഷ് ബാലിന്റെ കല്യാണം ഉറപ്പിച്ചു ഇന്നലെയാന്ന് തോന്നുന്നു. അതല്ല അത് നല്ല കാര്യമല്ലേ, അതിന് നിനക്കെന്താ? നിങ്ങൾ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഓരോ ചെയ്യാവോ? അതുപോട്ടെ ക്ലബിലെ മെമ്പേഴ്സായി നമ്മ ഇത് അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അറിഞ്ഞോ? അത് ശരിയാണല്ലോ. ആ അവന്മാരൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ക്ലബില്. നമ്മളെ സംവിധായകനോ? കിരണോ? ഓനിപ്പോ ഏതെങ്കിലും ചാനൽ ഇന്റർവ്യൂ. കിരൺ ബാബു നെല്ലിയത് വലിയൊരു താരനിര. ഏറെക്കാലത്തിന് ശേഷം ബോക്സ് ഓഫീസ് വിജയവും അതുപോലെ നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയൊരു ചിത്രം. ഒരു ഡ്രീം സ്റ്റാർട്ട് അല്ലേ? സനീഷ് സ്വപ്നങ്ങളെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഞാൻ ഒറ്റയ്ക്കും ഒരുമിച്ചും സ്വപ്നം കണ്ടിട്ടുണ്ട്. കുറേ ആളുകളിൽ ചിലർ ഇപ്പോഴും ഉണ്ട്, ചിലർ പോയി. പക്ഷെ പോകുമ്പോൾ സ്വപ്നങ്ങളെ കൂടെ കൊണ്ടുപോകാറില്ല. ഈ നിർത്തിയ സ്വപ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ സിനിമ കണ്ടിട്ട് ശ്രീ മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ഹാപ്പൻ ടു വാച്ച് പള്ളിമണിയും പേമാരിയും ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ കിരൺ ബാബു നെല്ലിയത്. ഐ റിയലി ഡോണ്ട് ഹാവ് വേർഡ്സ്. ഓൾ ഐ ഹാവ് ടു സേ ഈസ് ദും 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 ദുന്ദുബിനാദം നാദം നാദം. ദും 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 ദുന്ദുബിനാദം നാദം നാദം. സനീഷ് some technical issues. സനീഷ് എടാ ആദ്യം ഒരു സിനിമയെങ്കിലും ചെയ്തിട്ട് ഇന്റർവ്യൂ ഉണ്ടാക്ക്. ഒരു കാര്യമുണ്ട്, നീ എനിക്ക് വന്നേ. നിനക്കൊന്നും ഉറക്കില്ല ചങ്ങായി. എടാ ഉച്ച ആവാനായി, നീ എനിക്ക് വന്നേ, ഞാൻ പുറത്തുണ്ട്. എന്നാന്ന്? എടാ ഓന്ത് വിഭീഷണ കല്യാണം ഉറപ്പിച്ചെന്ന്. ഏത് നമ്മളെ വിഭീഷിന്റെ? നമ്മ അറിയാണ്ട. നീ എനിക്ക് പുറത്തേക്ക് വന്നേ. ഞാൻ വരുന്നു. ഒന്ന് വേഗം വാചങ്ങായി, എത്ര നേരെ കാത്തുക്കുന്നു? ഡെയിലി ഒരേ സ്വപ്നല്ലേ? അങ്ങനെയാണ് കാണുമ്പോൾ നിനക്ക് വിചാരിച്ചൂടെ അത് സ്വപ്നാന്ന്? എടാ ഇൻസെപ്ഷൻ എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഡിക്കാപ്രിയോ സ്വപ്നമാണോ സത്യമാണോ അറിയാൻ വേണ്ടിട്ട് ഒരു പമ്പരം എടുത്ത് തിരിക്കും. പമ്പരം തിരിഞ്ഞോണ്ടിരുന്ന സ്വപ്നം, പമ്പരം വീണാൽ ഒറിജിനൽ. അടുത്ത പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യണം. അതടക്കട്ടെ, നീ കയറി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആടാ ബിബീഷ് പട്ടി, നീ വണ്ടി വിട്, ക്ലബിലേക്ക് വണ്ടി വിട്. സീൻ ക്ലബ് ഗോ. ഇത്ര മാത്രം ചർച്ചയ്ക്കാനൊന്നുമില്ല. ഓരോ കല്യാണം ഉറപ്പിച്ചു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പുറത്തെ ഈ നാട്ടിൽ നടക്കുന്ന കല്യാണം വരെ സുമലതയിൽ പറയും ഉറപ്പിച്ച ഉടനെ, അല്ലെ? ഇതിപ്പോ കൂട്ടത്തിലോടത്താണ്. അല്ല, നമ്മ അറിയാണ്ട് നടത്താനും ഉറപ്പിക്കാനും മാത്രം എന്ത് സീക്രട്ട് ഇല്ലല്ലോ അറിയണല്ലോ. നമ്മൾ നേരെ പോകുന്നു, ചോദിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ കുത്തിനു പിടിക്കും. നടക്കുന്ന കേസ് പറ. പിടിച്ച ഉടനെ തള്ളി കൊണ്ട് തരൂ. ഓനാരാ മുതലി? വെറുതെ നെഗറ്റീവ് അടിപ്പിക്കല്ലേ അമലെ. അല്ല, നമ്മളോട് പറയാത്ത വിട്. പവിയേട്ടനോടെങ്കിലും ഒരു കാര്യം പറയാറുണ്ടല്ലോ. പറയാറുണ്ടല്ലോ. ആ പവിയേട്ടന് ഇതിലൊരു റോളുമില്ലേ? പവിയേട്ടനോട് എന്താ പറയാത്തത്? അല്ല, ഓൻ പറയാത്തത് തെറ്റ് തന്നെയാന്ന്. ആന്ന്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്നിട്ട് തോന്നിയില്ലല്ലേ? പിന്നെ ഓന്റെ ഫാമിലിന്റെ കാര്യമാണ്, അതും നമ്മൾ നോക്കണമല്ലോ. എന്റെ പവിയേട്ട. ഗൈസ്, ഓൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരറിയണ്ടേ? അറിഞ്ഞോളാം. എന്നാ റെസ്റ്റ് എടുക്കാണ്ട് വാ, ചോദിക്കാം. ഓക്കെ പവിയേട്ടാ. ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് ഇച്ചിരി പരിപാടിയുണ്ട്, നല്ല തിരക്കാന്ന്. പാവിയേട്ടാ, നിങ്ങളില്ലാണ്ട് എന്ത്? നമുക്ക് പോയിട്ട് പെട്ടെന്ന് പറയുന്നത്. ഹലോ ഹലോ, പവിയേട്ടനല്ലേ? ആ അതെ, ഞാൻ സുജിനയാണ്. ആ പറയ്. ഇന്ന് തിരക്കില്ല? ഒരു തിരക്കൂല. പിന്നില്ലേ, ഒന്ന് കാണാൻ പറ്റുവാ? ആ കാണാലേ. ഞാൻ പാലത്തിന്റെ അടുത്തേക്ക് വരുവാ. ആ വരാ. ശരി. എടാ നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങ വരുന്നില്ലേ? വരണ്ട, നമ്മ ചോദിക്കും. സുമലതയിലെ പിള്ളേരെ അറിയാണ്ട് ഒരുത്തനും കെട്ടണ്ട. വാ ഗൈസ്. ബൈക്ക് അകത്തേക്ക് എടുത്തൂടെ? മമ്മ വയലണ്ടായ ബൈക്ക് എടുത്തോണ്ട് ഓടേണ്ടി വരും. പുറത്താ സേഫ്. മാസ് കാണിച്ച് ചവിട്ടി തുറക്കാൻ നോക്കണ്ട, ഗേറ്റിന്റെ നടുക്കഷ്ണമില്ല. ആരും കണ്ടില്ല. കമാൺ. ഹായ് മമ്മ. ഓനെ കളിക്കാനൊന്നും വിടൂലേ? ആ ദാ. മമ്മ സോഫ്റ്റ് ആയിട്ട്. എടാ ഓ മേലെ ഉണ്ടാ? മോളുണ്ട്, പോയിട്ട് പിന്നെ ഞാനാ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേങ്ങായി. സംഭവം സീക്രട്ടാ. ഒറ്റില്ല ഒന്നങ്ങക്കുള്ള. പൊളിക്കത് കിരാനോ സച്ചിൻ. കിരാ, ഈ ബബീഷിനെന്താ ബിബീഷിനോട് എത്ര ദേഷ്യം? ഏട്ടന് പാര വെക്കാത്ത അനിയന്മാരിൽ ഏതെങ്കിലും വീടുണ്ടാ?
എന്റെ അറിവിലില്ല. മമ്മ ഞാൻ വരാം മമ്മ കഴിക്കാൻ. കഴിപ്പിക്കടാ. യ്യോ, മമ്മ പ്ലീസ് ഗിവ് മീ സം പ്രൈവസി മമ്മ. ആഞ്ഞുമുട്ട്. മമ്മ ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ വാവേ. വാവേ. അത് എന്റെ ഫ്രണ്ട് വാ വാ. ആ. അല്ലല്ല അതല്ല വരാനല്ല. വാവാ സുരേഷ് ബെലിസിന്റെ വീട്ടിലെ ഒരു പാമ്പ് നൈസ് സ്മോൾ ചേര അങ്ങനെ. അല്ല നിങ്ങൾ എന്താ ടൂർണമെന്റ് ഉണ്ടാ? നമ്മ ഒരു മലമ്പാമ്പിനെ പിടിക്കാൻ വന്നതാണ്. അതെയാ ഏത് മലമ്പാമ്പ് ഏടാ? ജോക്കിങ്ങാണ്. കഴിഞ്ഞ ദിവസം നിന്നെ ഒരു പെണ്ണിട്ടിട്ട് പോയപ്പോ ഈ തോളിക്കട നീ ഉളുപ്പില്ലാണ്ട് കരഞ്ഞു. ഞാൻ അടിക്കാൻ വെച്ചിരുന്ന അവസാനത്തെ ബാക്കി നീ അടിച്ചിട്ട് എന്റെ ഷർട്ട് തന്നെ വാള് വെച്ചു. ആ ഞങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല പിന്നെ ഞങ്ങളോട് രണ്ടാളോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ. മിനിമം അബേട്ടിനോടും പവേട്ടിനോടെങ്കിലും നീ പറയണായിരുന്നു. ഒന്നിലെ ഓരോ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടോ? കറക്റ്റ്. നിങ്ങൾ എന്നോ അറിഞ്ഞ പോലെ സംസാരിക്കുന്നു. അറിഞ്ഞു, കൂടുതൽ അറിയാനാന്ന് വന്നത്. പട്ടി ഡേ, 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 ഇവിടെ 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 നോക്ക്. മോത്ത് നോക്കി സംസാരിക്കും. പറയണല്ലേ? പറയണം. പറയാമെന്ന കാര്യം വെച്ച് താമസിപ്പിക്കരുതെന്നോ സുജി പറഞ്ഞു. എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തിട്ടില്ലേ? അന്നാടാ വീട്ടിൽ വന്നപ്പോ പറയായിരുന്നില്ലേ? അന്നേരം കുറെ പറയണമെന്ന് വിചാരിച്ചിനി. പിന്നെ പറയണോ വേണ്ടോന്നൊരു സംശയം. പിന്നെ ഉറപ്പിച്ചു. പവിയേട്ടാ, പറഞ്ഞോ? ഒരു കല്യാണം മുടക്കി തരൂ. ആരുടെ? എന്തിന്? എന്റെ അനിയത്തിന്റെ. സ്വന്തം അല്ലാണ്ട് ഞാൻ മുടക്കാൻ പറയോ? അല്ല, എനിക്ക് അങ്ങോട്ട് തിരിയുന്നില്ല. ഓക്ക് കുറച്ചായിട്ട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഒരു ആലോചന വന്നിന്. അച്ഛൻ ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. ഞാൻ എന്റെ ഓരോ കല്യാണം മുടക്കുമ്പോൾ ഓക്കാണ് ആശ്വാസം. ഈ കല്യാണം മുടക്കലെല്ലാം മോശല്ലേ? നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആണുങ്ങൾ ചെയ്യുന്നത് മോശമല്ലേ? അല്ലേ? അത് ശരിയാന്ന്. പക്ഷെ എന്നാലും ഈ സൊസൈറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തതെന്നാണ് എൻ്റെ ഒരു തിയറി. ഏത് പാൽ സൊസൈറ്റി? പാൽ സൊസൈറ്റി അല്ല, നമ്മളെ സൊസൈറ്റി. എല്ലാരും ഇല്ല, അവിടെ ഇത് മോശമല്ലേന്ന്. അതിലോളുവനും ഞാനൊന്നും പെടൂലേ? പെടും. നിങ്ങ പെടൂലേ? പെടും. അത് ഞാനത് മുടക്കിയാലും പെടുമല്ല. അല്ല, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹമില്ലേ? അതിപ്പോ ആരെ കല്യാണം കഴിക്കണു? നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പോ മുടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. അതിപ്പോ അല്ലെങ്കിലും സുജിയുടെ സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തിരില്ലേ? ഈ സ്നേഹത്തിന് ഒരർത്ഥം മാത്രമല്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഇല്ലതിന് ഒരർത്ഥമില്ലു. പക്ഷെ അത് നടക്കണമെങ്കിൽ എനിക്ക് ഓളെ കാര്യത്തിൽ ഒരു സമാധാനം വേണം. ഓളെ പ്രേമം നടത്തി കൊടുക്കണം. കാര്യമായിട്ടാ? ഇനിയും പ്രായം കൂടിയാ പ്രേമിക്കാൻ ഒരുപാട് സമയം പോവും. അതുകൊണ്ട് ഒരു വഴി ഉണ്ടാക്കുക.